കെ ബി ഗണേഷ് കുമാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ മന്ത്രിയായി പോയിട്ട് ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന യോഗ്യതയില്ലെന്ന് വിശ്വസിക്കുന്നു. കെ ബി ഗണേഷ് കുമാറിൻ്റെ വിഷയമായി അത്. കെ ബി ഗണേഷ് കുമാറിന്റെ കൃത്യം എല്ലാ വർഷവും ഇലക്ഷന്റെ സമയമാകുമ്പോൾ അതാണ് ഞാൻ റേസ് ചെയ്യുന്നൊരു പോയിന്റ്. അതാണ് എന്നാ വെച്ചാൽ, പക്ഷേ കെ ബി ഗണേഷ് കുമാറിന്റെ വിഷയം വ്യക്തിപരമോ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ അതിനകത്ത് ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ 112 ഒരു കോള് പോയിട്ടുണ്ട്. ആ കോളിനെ പോലീസ് അങ്ങനെ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ആഭ്യന്തര വകുപ്പിലേക്കാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ, പിന്നെ മന്ത്രി കൊടുക്കുന്ന ബൈറ്റിൽ മന്ത്രി നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. 112 വിളിച്ചു എന്നാണല്ലോ കേൾക്കുന്നത്. മാധ്യമപ്രവർത്തകർ വട്ടുള്ള ആർക്കും അങ്ങോട്ട് വിളിക്കാമല്ലോ. അങ്ങനെ ഒരു പ്രസ്താവന 112 വിളിക്കുന്നവർ വട്ടുള്ളവരാണെന്ന് കെ ബി ഗണേഷ് കുമാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ മന്ത്രിയായി പോയിട്ട് ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന യോഗ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഗാർഹികവും അല്ലാത്തതുമായ പീഡനങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അങ്ങോട്ടൊരു എമർജൻസി കോൾ വന്ന് ഹെൽപ്പ് എന്ന് ഒരാൾ പറയുന്നു. അവിടെ പിന്നെ പോലീസ് എന്ത് ഇടപെടലാണ് ആ വിഷയത്തിൽ? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ 2 പിണറായി സർക്കാരിന്റെ കാലത്തും ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ളത്. അത് പഴി കേൾക്കുന്നവര് യോഗ്യരാണ് കേട്ടോ. പല കാര്യങ്ങളും നമ്മൾ ഒന്നല്ല രണ്ടല്ലേ. ഞാൻ വേറൊരു വിഷയം ഉന്നയിക്കട്ടെ. ഇപ്പൊ ഈ അടുത്ത് തിരുവല്ലയിൽ ഒരു സ്പാ ജീവനക്കാരിയെ ഗുണ്ടാ സംഘം കൂട്ടബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ നമ്മൾ ഇവിടെ ഹാഷ്ടാഗുകളോ തിരികത്തിക്കലോ ഒന്നും ഉണ്ടായില്ല. ഒന്നാമത്തെ വിഷയം, ഗുണ്ടാ സംഘങ്ങൾ സജീവമായി അവരുടെ ഗുണ്ടാ പിരിവുമായി നാട്ടിൽ നടക്കുന്നു. കാപ്പ കേസിലെ പ്രതികളൊക്കെയാണ് അവർ. 2, ഒരു സ്പാ ജീവനക്കാരിക്ക് കൂട്ടബലാത്സംഗം നേരിടേണ്ടി വരുന്നു. അത് ഈ സംവിധാനത്തിന്റെ വലിയൊരു പ്രശ്നമാണ്. അവിടെ ആഭ്യന്തര വകുപ്പ് എങ്ങനെ ഇടപെട്ടു? ഈ ഗുണ്ടാ സംഘങ്ങളെ പട്ടപ്പകലാണ് നടക്കുന്നത്, പകൽ വെളിച്ചത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പം എങ്ങനെ ഇടപെട്ടു എന്നൊക്കെയുള്ള, പക്ഷെ അവിടെയും പോകുന്നത് എങ്ങോട്ടാണ്? നമുക്കറിയാം, തിരുവനന്തപുരം മേയർ ഈ വിഷയത്തെ സമീപിച്ച രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈ സ്പാകളുടെ സദാചാര വിരുദ്ധതയെ കുറിച്ച് സംസാരിക്കുക അല്ലാതെ വേറൊന്നും ആ വിഷയത്തിന്റെ മെറിറ്റിലേക്കൊന്നും ആരും കിടക്കുന്ന കണ്ടില്ല. ഇല്ല, അവിടെ ഈ സംവിധാനങ്ങളുടെ കാര്യം പറഞ്ഞില്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഫെയിലിയറിനെ പറ്റി പറഞ്ഞു. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ സിസ്റ്റം ഫെയിൽ ആണെന്ന് പറഞ്ഞ ആരോഗ്യ വകുപ്പിന്റെ. ശരിക്കും അവിടെ എല്ലാവർക്കും സിസ്റ്റം ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും ആഭ്യന്തര വകുപ്പിന്റെ ആയിരുന്നു സിസ്റ്റം ഏറ്റവും കൂടുതൽ ഫെയിലിയർ ആയിട്ട് എനിക്ക് കഴിഞ്ഞ 2 ടേമിലും തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിട്ട്. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതേസമയം അതിലും ഭീകരമായിട്ട് ഒരു പക്ഷെ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടിയിരുന്ന വകുപ്പ് ആഭ്യന്തരമായിരുന്നു. അത് എന്തുകൊണ്ടൊക്കെയോ ചെയ്തിട്ടില്ല. ഈ കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഈ അന്തരീക്ഷം ഇങ്ങനെ മലീമസമാണ്. അന്തരീക്ഷത്തിൽ ഇങ്ങനെ വ്യക്തത മാത്രമല്ല, ഈ സ്ത്രീ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും നിരന്തരം എല്ലാ കാലത്തും അദ്ദേഹത്തിന് ഒരു ആരോപണങ്ങൾ. എല്ലാ കക്ഷിയിലാണ് അവർക്കത് പ്രശ്നമാണ്.